ഫ്യൂച്ചർ ഓഫ് ഡേറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഡേറ്റ സയൻസ് ഈ ഒരു മേഖലയിൽ ഒരുപാട് AI ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വരികയാണ്. ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ സയൻസ് ജോബൊക്കെ AI റീപ്ലേസ് ചെയ്യപ്പെടുമോ എന്നുള്ള ആശങ്കയും കാര്യങ്ങളൊക്കെ പലർക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു AI എനേബിൾഡ് ആയിട്ടുള്ള ഇനി അപ്കമിങ് ഇയേഴ്സിൽ എങ്ങനെയാണ് ഒരു ഡേറ്റ അനലിസ്റ്റിൻ്റെ ജോബ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഈ ഒരു സ്കിൽ സെറ്റും മാത്രം മതിയോ, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ജോബൊക്കെ പോകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കറൻ്റ്ലി ഉള്ള സെനാരിയോയിൽ ഏതൊരു AI സിസ്റ്റം ഡെവലപ്മെൻറ്റിൻ്റെയും പിന്നിൽ ഒരു ഡേറ്റ സയൻസ് ടീമാണ്, അതുപോലെ തന്നെ ML എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, AI ML എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. ഇത്തരം ടീമുകളാണ് ഓൾറെഡി AI എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ് വെച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നത് ഈ ഒരു ടീം തന്നെയാണ്. അപ്പോൾ ഡേറ്റ സയൻസ് ടീം തന്നെയാണ് ഈ ഒരു AI കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവർ തന്നെ ഇവരുടെ ജോബ് കളയോ എന്നുള്ള ആ ഒരു ആശങ്ക നമുക്ക് അത്രയധികം ഇല്ല എന്നുള്ളതാണ് ഈ ഒരു മേഖലയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം AI വന്നതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ സിംപ്ലിഫൈ ആകുകയാണ് ചെയ്തത്. അതായത് ഇപ്പോൾ ഒരു ഡേറ്റ അനലിസ്റ്റിൻ്റെ വർക്ക് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു SQL ക്വറി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പൈത്തണിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോഡ്സ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാനും, ഇപ്പോൾ ഈവൻ ഞാൻ ചെയ്യുന്ന വർക്കിൽ പോലും ഒരു ഡേറ്റ ബ്രിക്സിലാണ് ഞാൻ എന്ന പ്ലാറ്റ്ഫോമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ AI എനേബിൾഡ് ആയിട്ടുള്ള ചാറ്റ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ സെല്ലിലും നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കോഡ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത്തരം ഒരു ചാറ്റ് ബോട്ട് പോലെ, അല്ലെങ്കിൽ AI ആയിട്ട് ജനറേറ്റീവ് AI ആയിട്ടുള്ള സിസ്റ്റം ഇങ്ങനെയുള്ള ഡാറ്റാബ്രിക്സിൻ്റെ ഓരോ സെല്ലിലും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടാകും. നമ്മുടെ വർക്ക് കൂടുതൽ സിംപ്ലിഫൈ ചെയ്യുകയാണ് AI ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ട്രഡീഷണലി ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഒരു 6 hour അല്ലെങ്കിൽ 8 hours കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ചിലപ്പോൾ 2-3 hours കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള രീതിയിലാണ് ഏതൊരു മേഖലയിലാവട്ടെ, ഇപ്പോൾ ഐറ്റിയിലെ മറ്റുള്ള ഫീൽഡിലാവട്ടെ, ഇങ്ങനെയുള്ള ഒരു ഓട്ടോമേഷൻസും കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. മനുഷ്യന്മാർക്ക് ചെയ്യാൻ കൂടുതൽ കാര്യങ്ങളുണ്ടാവും. മനുഷ്യന്മാർക്ക്, അതായത് ഹ്യൂമൻ ഇൻട്രാക്ഷൻ കൂടുതൽ മറ്റുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനും പുതിയ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനും ആയിരിക്കും. അല്ലാതെ ഒരു കോഡ് എഴുതാനോ, കോംപ്ലക്സ് ആയിട്ടുള്ള കോഡ് എഴുതാനോ, ഇത്തരം കാര്യങ്ങളൊക്കെ AI ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം ഒരു മനുഷ്യന് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസിലേക്ക് നോക്കാനും അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാനും മനുഷ്യന് കൂടുതൽ ടൈം കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ വന്നിരിക്കുന്ന, അതായത് നമ്മുടെ സ്കിൽ സെറ്റിൽ അല്ലെങ്കിൽ ഡാറ്റ പ്രൊഫഷണൽസിൻ്റെ സ്കിൽ സെറ്റിൽ കൂടുതലും വന്നിരിക്കുന്ന ട്രെൻഡ്സിനെ കുറിച്ച് പറയും. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2021 SQL, Power BI അല്ലെങ്കിൽ Excel ഇന്ന കാര്യങ്ങൾ മാത്രം മതി ഒരു ഡേറ്റ അനലിസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. ബട്ട് ഇന്നത്തെ കാര്യം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മാറിക്കഴിഞ്ഞു. കാരണം ഇന്ന് ഒരു ഡേറ്റ അനലിസ്റ്റിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ വരുന്ന സമയത്ത് ഡേറ്റ അനലിസ്റ്റ് സ്കിൽസ് പ്ലസ് ഒരു ഡേറ്റ എഞ്ചിനീയറിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ഡേറ്റ സയൻസ് സ്കിൽസ് ആണ് എല്ലാ കമ്പനീസും ചോദിക്കുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ് അറിയണം, അതുപോലെ തന്നെ ഡേറ്റ എഞ്ചിനീയറിംഗിൻ്റെ ഡേറ്റ വെയർ ഹൗസിങ്, അതുപോലെ തന്നെ ഡേറ്റ മോഡലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡേറ്റ പൈപ്പ് ലൈൻ, ETL പൈപ്പ് ലൈൻ എഴുതാൻ അറിയുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ള ആ ഒരു ട്രെൻഡ് ഇനി അങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ട്രെൻഡിൻ്റെ കാര്യം എടുത്തു പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 2030 വരെ ഹൈ ഗ്രോത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ടോപ്പ് 20 ജോബ്സിൽ ഏറ്റവും ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു ജോബാണ് ബിഗ് ഡാറ്റ സ്പെഷ്യലിസ്റ്റ്, അതായത് ഡേറ്റ എഞ്ചിനീയറിംഗ് സൈഡ്. കമ്പയർ ടു ഡേറ്റ അനലിസ്റ്റ് ആൻഡ് ഡേറ്റ സയൻറ്റിസ്റ്റ്, ഒരുപാട് പേരൊന്നും ഈ ഒരു ഡേറ്റ എഞ്ചിനീയർ എന്നുള്ള അല്ലെങ്കിൽ ബിഗ് ഡാറ്റ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള ഈ ഒരു റോള് അങ്ങനെ എടുക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഹൈ ഡിമാൻഡാണ്. അതുപോലെ തന്നെ സാലറി പാക്കേജും ഹൈ തന്നെയാണ്. അപ്പോൾ കമ്പയർ ടു ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ BI എഞ്ചിനീയർ എന്നൊക്കെയുള്ള റോളിന് കമ്പയർ ചെയ്യും. ഇത്തരം മേഖലയിൽ ഇപ്പോൾ ഇനി ഡേറ്റ അനലിസ്റ്റും ഡേറ്റ സയൻറ്റിസ്റ്റും നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ടോപ്പ് 10 വരുന്ന ഒരു ജോബ് റോൾസും കൂടിയാണ് വേൾഡ് എക്കണോമിക്സ് ഫോറത്തിനെ വെച്ചിട്ട്. വേൾഡ് എക്കണോമിക് ഫോറം ഇങ്ങനെ ഒരു സർവേ നടത്തിയത് 1000 എംപ്ലോയേഴ്സിനെ വെച്ചിട്ട്, അതിൽ 14 മില്യൺസ് ഓഫ് എംപ്ലോയിനെ വെച്ചിട്ടുള്ള സർവേയിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്തത് 2030 വരെയുള്ള കാര്യം. അപ്പോൾ അതിലൊരു ടോപ്പ് 10 വരുന്ന സ്കിൽ സെറ്റാണ് ഈ ഒരു ഡാറ്റ പ്രൊഫഷണൽസിൻ്റെ. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഡേറ്റ പ്രൊഫഷണൽസ്. അപ്പോൾ ഡേറ്റ പ്രൊഫഷണൽ എന്നുള്ള ആ ഒരു റോൾസ് കാര്യങ്ങൾ, ഡേറ്റ എഞ്ചിനീയർ ആവട്ടെ, ഡേറ്റ സയൻറ്റിസ്റ്റ് ആവട്ടെ, ഡേറ്റ അനലിസ്റ്റ് ആവട്ടെ, ഇനി അങ്ങോട്ടുള്ള ഇയേഴ്സിലും ഗ്രോത്ത് തന്നെയാണ് വരാൻ പോകുന്നത്. പക്ഷേ ഇതിൽ വരുന്ന സ്കിൽ സെറ്റ് അത് ചിലപ്പോൾ മാറിയേക്കും. ഞാൻ പറഞ്ഞതുപോലെ ഡേറ്റ അനലിസ്റ്റിനാണെങ്കിൽ കൂടുതലും മെഷീൻ ലേണിംഗ് പഠിക്കാൻ വേണ്ടി വരും, പ്രെഡിക്റ്റീവ് അനാലിറ്റിക്സ് ചെയ്യാൻ വേണ്ടി വരും. അതുപോലെ തന്നെ കുറച്ചും കൂടി ഡേറ്റ എഞ്ചിനീയറിംഗ് ടാസ്ക് ഡേറ്റ അനലിസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാ മേഖലയിലും അപ്ഗ്രേഡേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അഡ്വാൻസ്മെൻ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു ഡേറ്റ സയൻറ്റിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം നാളെ
ഒരു ഡേറ്റ അനലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഡേറ്റ സയൻറ്റിസ്റ്റ് അതിലും വലിയ പ്രോബ്ലത്തിലേക്ക് പോകും. ഇങ്ങനെയുള്ള ഒരു ട്രെൻഡാണ് കൂടുതൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക ഡേറ്റ സയൻറ്റിസ്റ്റിൻ്റെയും നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ LLMസിനെ കുറിച്ച് പറയും. അതായത് ഈ AI വെച്ചിട്ടുള്ള ചാറ്റ് ബോട്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് LLMസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഇവർ ചോദിക്കാറുണ്ട്. ഇതാണൊരു ഫ്യൂച്ചർ ട്രെൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇനി പറയാൻ പറ്റുന്നത്. പിന്നെ ഇതുമായി റിലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് AI/ML എഞ്ചിനീയേഴ്സ് എന്നുള്ള റോള്. അതായത് AI ഡെവലപ്മെൻറ്റിനാണ് കൂടുതലും ഈ ഒരു റോൾസ് വരാറ്. ഇത്തരം കാര്യങ്ങൾ കൂടുതലും സ്റ്റാർട്ടപ്സ് ഇപ്പോൾ ഹയർ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഈ ഒരു മേഖലയിൽ നല്ല ഗ്രോത്ത്, അതായത് ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 3ാമത്തെ ലിസ്റ്റിൽ വരുന്ന ഒരു ജോബ് റോളാണ് AI/ML എഞ്ചിനീയേഴ്സ്. അതായത് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് ഒരു AI സിസ്റ്റം ബിൽഡ് ചെയ്ത് അതിനെ ഒരു പ്രോപ്പറായിട്ട് ഒരു പ്രൊഡക്റ്റായിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്തരം കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഈ ഒരു മേഖലയിലുണ്ട്. ഇതും ഡാറ്റാ സയൻസുമായി റിലേറ്റ് ചെയ്യപ്പെടുന്ന റോള് തന്നെയാണ്. അപ്പോൾ ഇതും നമുക്കിനി അപ്കമിങ് ഇയേഴ്സിൽ നന്നായിട്ട് കണ്ടുവരാനുള്ള ഒരു റോളാണ്. ഇനി ഡേറ്റ അനലിസ്റ്റ് തന്നെ മെയിൻലി ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഡൊമൈൻ നോളജ് പ്ലസ് ഡേറ്റ സ്കിൽസ്. അതായത് നിങ്ങൾ ഒരു കുറച്ച് കാലം മുന്നേ ആണെങ്കിൽ ഡേറ്റ അനലിസ്റ്റിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫൗണ്ടേഷണൽ സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലും എടുക്കും. അതായത് ഏത് മേഖലയിലും എടുത്ത് ഇപ്പോൾ ഇൻഷുറൻസ് ആവട്ടെ, അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ള ഏത് ഡൊമൈനിലാവട്ടെ നിങ്ങളൊരു ജനറൽ ഡേറ്റ അനലിസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും ഹയർ ചെയ്യപ്പെടുക. എന്നിട്ട് നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് അവിടുത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഇൻഷുറൻസ് ഡൊമൈനിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ പ്ലസ് ഡേറ്റ അനലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. അതുപോലെ തന്നെ ബാങ്കിങ്ങിൽ, അതുപോലെ തന്നെ റീറ്റെയിൽ, ഫൈനാൻസ്, സപ്ലൈ ചെയിൻ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം കൂടി, പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല, ബട്ട് ഡൊമൈൻ സ്പെസിഫിക് ആയിട്ട് ആ ഒരു ഡൊമൈൻ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഡേറ്റ സ്കിൽസ് യൂസ് ചെയ്തിട്ട് ഒരു ബിസിനസ് പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റൂ എന്നുള്ള ആ ഒരു ട്രെൻഡും കൂടി ഇന്നത്തെ കാലത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു റീറ്റെയിൽ ഡൊമൈൻ, അതിൽ തന്നെ ഓട്ടോമൊബൈൽ. അതിനു മുന്നേ ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഒരു ടെക്നോളജി ഡൊമൈൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി മാറി വരും. നിങ്ങളൊരു സർവീസ് ബേസ്ഡ് കമ്പനിയിലാണ് നിങ്ങളിപ്പോൾ നിങ്ങളെ ഹയർ ചെയ്യപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഡൊമൈൻസ് നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിനെല്ലാം നിങ്ങളൊരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിലാണ്, അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ലെറ്റ്സ് സേ ഇ-കൊമേഴ്സ്, നിങ്ങളൊരു ഫ്ലിപ്കാർട്ടിലേക്ക് ഹയർ ചെയ്യപ്പെട്ടു ഡാറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ചാൻസസ് കൂടുതൽ കിട്ടാൻ പോകുന്നത് മേ ബി മിൻട്ര അല്ലെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇ-കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡൊമൈൻ റിലേറ്റഡ് ആയിട്ടുള്ള അനലിറ്റിക്സ് റോൾസിലേക്കായിരിക്കും കിട്ടുക. മേ ബി ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ എഞ്ചിനീയർ, ഡാറ്റ സയൻറ്റിസ്റ്റ്. ഈ ഒരു ട്രെൻഡാണ് ഈ ഒരു ജോബ് സ്വിച്ചിങ് മേഖലയിൽ ഇന്ന് കണ്ടുവരുന്നത്. അതായത് ഓൾറെഡി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇന്നത്തെ ഒരു ട്രെൻഡ് ഡൊമൈൻ നോളജ് പ്ലസ് ഡേറ്റ സ്കിൽസ്. അപ്പോൾ ഡേറ്റ അനലിസ്റ്റിൽ വേറൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ഒരാൾ പിന്നീട് MLഉം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ഡേറ്റ സയൻറ്റിസ്റ്റിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ എഞ്ചിനീയറിംഗ് സ്കിൽസ് പഠിച്ച് ഡേറ്റ എഞ്ചിനീയർ എന്നുള്ള റോളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡേറ്റ അനലിസ്റ്റ് എന്നുള്ള റോൾ കൂടുതലും ഒരു എൻട്രി കിട്ടാൻ വേണ്ടി മാത്രം അവർ ജോയിൻ ചെയ്യും. പിന്നീട് അങ്ങനെ ഈ ഒരു ഡേറ്റ സയൻസിലേക്കും ഡേറ്റ എഞ്ചിനീയറിംഗിലേക്കും മാറുന്ന ഒരു ട്രെൻഡ് കൂടി കണ്ടുവരും. ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടാവേണ്ട ഒരു സ്കില്ലാണ് ക്ലൗഡ് സ്കിൽസ്. അതുപോലെ തന്നെ AWS, Azure, അതുപോലെ തന്നെ GCP. ഇപ്പോൾ നിങ്ങളുടെ കമ്പനി ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന കമ്പനി ഇപ്പോൾ ഒരു AWSൽ എൻ്റയർ എൻ്റർപ്രൈസ് സിസ്റ്റംസ് ഒക്കെ AWSലാണെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ അനലിസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, ബട്ട് AWSൽ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ Azure ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളിപ്പോൾ ക്ലൗഡ് സ്കിൽസേ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെടുക്കാനുള്ള ചാൻസസ് കുറവാണ്. അതുപോലെ തന്നെ വേറൊരു സിസ്റ്റമാണ് സ്നോഫ്ലേക്ക്, ഡാറ്റാബ്രിക്സ് എന്നൊക്കെ പറയുന്നത്. ഇത്തരം പ്ലാറ്റ്ഫോംസിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം കമ്പനീസിലേക്ക് വേഗം സ്വിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഡൊമൈനിൽ വരുന്ന ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്.